പ്രൈസറോ കർത്താവിൻ്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവദിന ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 15-ാമത്തെ വാക്യം. അവൻ ഒരു കഴുതയുടെ പച്ചത്താടിയിൽ കണ്ട് കൈനീട്ടിയെടുത്ത് അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു എന്ന് നമ്മൾ തിരുവെഴുത്ത് വായിക്കുക. അല്ലെങ്കിൽ ഒരു കൂടെ വചനം വായിക്കുന്നു. അവൻ ഒരു കഴുതയുടെ പച്ചത്താടിയിൽ കണ്ട് കൈനീട്ടിയെടുത്ത് അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു എന്ന് തിരുവെഴുത്തിൽ നമുക്ക് ശിംശോനെ കുറിച്ച് വായിക്കാൻ പഠിക്കാൻ കഴിയും. പ്രൈസ്. ശിംശോന്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെ വളരെ പരാജയപ്പെട്ട ജീവിതമാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നാസീർവ്വതക്കാരനായി ദൈവം തന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം തന്റെ മഹത്വത്തിനായി ശിംശോനെ വേർതിരിച്ചെങ്കിലും ശിംശോൻ പ്രായമായി കഴിഞ്ഞപ്പോൾ മാതാപിതാക്കളുടെയും ദൈവത്തിന്റെയും ഉപദേശങ്ങൾക്കും വചനത്തിനും വിധേയപ്പെടാതെ സ്വന്തം ഇഷ്ടപ്രകാരം തൻ കുടുംബജീവിതം വിവാഹ ജീവിതം തെരഞ്ഞെടുത്തത് അത് ദൈവത്തിന് അനിഷ്ടമായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ശിംശോന്റെ കുടുംബജീവിതം മുഴുവൻ പരാജയമായിരുന്നു. പ്രൈസ്. നാം വായിച്ച ദൈവത്തിന്റെ വചനം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ കുറെ കാലം കഴിഞ്ഞിട്ട് ഗോതമ്പ് കൊയ്ത്ത് കാലത്ത് ശിംശോൻ ഒരു കോലാട്ടിൻ കുട്ടിയെയും കൊണ്ട് തന്റെ ഭാര്യയെ കാണുവാൻ ചെന്നു. ശയനഗൃഹത്തിൽ എന്റെ ഭാര്യയുടെ അടുക്കൽ ഞാൻ കടന്നു ചെല്ലട്ടെ എന്ന് പറഞ്ഞു. അവളുടെ അപ്പനോ അവനെ അകത്ത് കടപ്പാൻ സമ്മതിക്കാതെ നിനക്ക് അവളിൽ കേവലം അനിഷ്ടമായി എന്ന് ഞാൻ വിചാരിച്ചതുകൊണ്ട് അവളെ നിന്റെ തോളിന് കൊടുത്തുപോയി എന്ന് അവിടെ പറയുന്നത് കാണാൻ കഴിയും. ശിംശോന്റെ ഭാര്യയെ തനിക്ക് നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് ഫെലിസ്ത്യ കന്യകയെ വിവാഹം ചെയ്യാൻ ചെന്ന ശിംശോന്റെ കൂടെ ഇരിക്കാൻ വന്ന തോഴന്മാരോട് ശിംശോൻ പറഞ്ഞ കടങ്കഥ ആമേ സ്തോത്രം അത് വീട്ടുവാൻ തന്റെ ഭാര്യയെ സ്വാധീനിച്ച് കടം വീട്ടിയതിൽ കുപിതനായി ശിംശോൻ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു. ഹല്ലേലൂയ. മടങ്ങിപ്പോയിരുന്നു. കുറെ നാൾ കഴിഞ്ഞ് ഭാര്യ ഭവനത്തിലേക്ക് മടങ്ങി വന്ന ശിംശോൻ തന്റെ ഭാര്യയെ പരപുരുഷൻ പരിഗ്രഹിച്ചു എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ കോപമാണ് 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അല്ലെ, ആ കോപത്തിൽ ഫെലിസ്ത്യരുടെ കൃഷി മുഴുവനും അവൻ ചുട്ടുകളഞ്ഞു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ശിംശോൻ പോയി 300 കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാൽ ചേർത്ത് പന്തമെടുത്ത് 2 വാലിനിടയിൽ ഓരോ പന്തം വെച്ച് കെട്ടി പന്തത്തിന് തീ കൊളുത്തി ഫെലിസ്ത്യരുടെ വിളവിലേക്ക് വിട്ടു. കാറ്റിയും വിളവും ഒലിവുതോട്ടങ്ങളും എല്ലാം ചുട്ടുകളഞ്ഞു. ശിംശോന്റെ പ്രതികാരമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതിനുവേണ്ടി അവൻ തിരഞ്ഞെടുത്ത മാർഗം വളരെ ആശ്ചര്യമായിരുന്നു. പ്രൈസ്. ഒരു പന്തം കൊണ്ട് തന്നെ അവന് വേണമെങ്കിൽ ഫെലിസ്ത്യരുടെ വിളവ് മുഴുവനും ചുട്ടുകളയാമായിരുന്നു. അതിനു പകരം ഹല്ലേലൂയ സ്തോത്രം ഒരു സാധാരണ തീവെയ്പ്പാണ് അവൻ നടത്തിയത്. പ്രൈസ്. ഒരു ഹല്ലേലൂയ സ്തോത്രം ഒരു അസാധാരണ തീവെയ്പ്പാണ് അവൻ നടത്തിയത്. സാധാരണ ഒരു പന്തം മതി. പക്ഷെ ശിംശോൻ എന്ത് ചെയ്തു? ഒരു അസാധാരണമായ രീതിയിലാണ് നടത്തിയത്. എന്തിനാണ് ഈ ബദ്ധപ്പാടെല്ലാം കാണിച്ചത് എന്ന് ആശ്ചര്യമെന്ന് തോന്നാം. പ്രൈസ്. അനേകം പേർ ചേർന്ന് ശ്രമിച്ചാലും കഴിയാത്ത കാര്യം ശിംശോൻ തനിയെ ചെയ്തു എന്നതിലാണ് അതിനകത്തെ മഹത്വം. അനവധി ആളുകൾ ഒന്നിച്ചു കൂടിയാലും നടക്കാത്ത കാര്യങ്ങൾ ശിംശോൻ ഒന്നിച്ചു ചെയ്യുക. ആ ഭാഗം വായിച്ചു വരുമ്പോഴാണ് നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 15-ാം വാക്യം വായിച്ചത്. പിന്നീട് ഒരു കഴുതയുടെ താടിയല്ലു കൊണ്ട് അവൻ 1000 ഫെലിസ്ത്യരെ കൊന്നു. ഈ വൻ കാര്യങ്ങൾ ഒക്കെയും ചെയ്തത് യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നപ്പോഴാണ് എന്നുള്ളത് സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായം 25-ാം വാക്യവും 14-ന്റെ 6-ലും 19-ാം വാക്യം 15-ന്റെ 14 ഒക്കെ വായിക്കുക മനസ്സിലാക്കാൻ കഴിയും. അപ്പം ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നപ്പോഴാണ് അവൻ ഈ അസാധാരണമായ കാര്യങ്ങളെല്ലാം ചെയ്തത്. പ്രൈസ്. ഞാൻ ഈ ദൈവത്തിനാണ് നിങ്ങളോട് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രശ്നം ഇതാ. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നമ്മളിലൂടെ അസാധാരണമായ പ്രവർത്തികളെ ദൈവം ചെയ്യും. രക്തം ചെയ്യും.
ശിംശോനിലൂടെ അസാധാരണമായ പ്രവൃത്തികൾ ദൈവം ചെയ്തതുപോലെ ദൈവം ഈ കാലഘട്ടത്തിൽ ഓരോ ദൈവഭക്തന്മാരെ കൊണ്ടും ദൈവം ഈ നാളിൽ വലിയ പ്രവർത്തികൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നാം അത് വിധേയപ്പെട്ടു കൊടുക്കുമ്പോഴാണ് ദൈവം നമ്മളെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് ആവശ്യമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ മേൽ വരിക എന്നുള്ളതാണ്. ദൈവാത്മാവ് ഒരുവന്റെ മേൽ ഇറങ്ങി വന്നു കഴിയുമ്പോൾ അവരിലൂടെ ദൈവം അല്ലെങ്കിൽ അത്ഭുതങ്ങൾ ചെയ്യും. ഇന്നവരെ ചെയ്യാത്ത പ്രവർത്തികളെ ദൈവത്തിന് ആ മനുഷ്യരോട് ചെയ്തെടുക്കാൻ കഴിയും. അല്ലേലിയ. അതുകൊണ്ടാണ് വചനം അങ്ങനെ വായിക്കുന്നത്. ഫിലിസ്തർ ശിംശോനെ എതിർത്തപ്പോൾ ശിംശോന്റെ കൈകളിൽ ഒരായുധവും ഇല്ലായിരുന്നു. ഒരായുധവും കയ്യിലില്ലാതിരിക്കുന്ന സമയത്താണ് ശിംശോനെ എതിർപ്പാൻ ഫിലിസ്തർ വരുന്നതും. അതുകൊണ്ട് തന്നെ അടുത്ത് കിടന്ന ഒരു കഴുതയുടെ പച്ച താടിയെല്ലിനെ എടുത്ത് വല്ലവര് പുല്ലും ആയുധം എന്ന് പറയുന്നത് പോലെ, വല്ലവന് അല്ലൊരു പുല്ലും ആയുധം എന്ന് പറയുന്ന പോലെ കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 പേരെ ശിംശോൻ കൊന്നു. പ്രൈസോ. ഒരു അത്ഭുതകരമായ കാര്യമാണ്. പ്രൈസോ. എന്നെ കേൾക്കുന്നപ്പോൾ സ്നേഹിത, ഈ കാലഘട്ടത്തിൽ പുതിയ നിയമസഭയോട് ദൈവത്തിന് പറയുവാനുള്ള ശക്തമായ ദൂത്, പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത്, ദൈവസഭയ്ക്ക് നേരെ ഈ കാലഘട്ടത്തിൽ ഫെലിസ്ത്യ ശക്തികൾ എഴുന്നേറ്റുകൊണ്ടിരിക്കുക. അങ്ങനെ ഫെലിസ്ത്യ ശക്തികൾ എഴുന്നേറ്റുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരായുധവും ഇല്ലെങ്കിലും പ്രൈസോ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേലുണ്ടെങ്കിൽ നമുക്കിതിൽ എഴുന്നേൽക്കുന്ന ശത്രു സൈന്യത്തെ തകർക്കുവാൻ നമുക്ക് കഴിയും. അല്ലേ? അതിനാവശ്യം നാളുകളിൽ ദൈവത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവത്തിന്റെ ആത്മാവിനാൽ നീ നിറയപ്പെട്ടാണ് ദൈവിക സുവിശേഷം ലോകത്തോട് വിളിച്ചു പറയുന്നെങ്കിൽ ആ ഫിലിസ്ത്യ സൈന്യത്തെ പോലെ ഈ ലോകത്തിൽ എത്ര വലിയ ശക്തികൾ നിനക്കെതിരെ വന്നാലും നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. രക്തം ചെയ്യും. അല്ലേ? അപ്പോൾ ഒന്നിനും ഉപയോഗമില്ലാത്ത എല്ലിനെ എടുത്ത് പ്രയോജനമുള്ളതാക്കി തീർക്കാമെങ്കിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അധികമായി പ്രയോജനപ്പെടുത്താൻ കഴിയും. അപ്പൊ ഒരു കഴുതയുടെ താടിയില്ലുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒന്നിനും ഉപയോഗമില്ലാത്ത ഒരു കഴുതയുടെ പച്ച താടിയില്ല. അതിനെ കൊണ്ട് ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞെങ്കിൽ, ആ കഴുതയുടെ പച്ച താടിയില്ലുകൊണ്ട് ദൈവത്തിന് വലിയ കാര്യം ചെയ്യുവാൻ കഴിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ ശിംശോനിൽ കൂടെ അത് വളരെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ, എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മൾ ദൈവത്തിന് വിധേയപ്പെട്ടു കൊടുത്താൽ മതി. നമ്മെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ദൈവം നമ്മയും പ്രയോജനമുള്ളവരാക്കി മാറ്റും. അല്ലേലിയ. നമ്മെ പ്രയോജനമുള്ളവനാക്കി മാറ്റുവാൻ, ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിന് വേണ്ടി പ്രയോജനമുള്ളവനാക്കി മാറ്റുവാൻ, ലോക സമൂഹം ഒന്നടങ്കം മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പാപത്തിൽ വീണുകൊണ്ടിരിക്കുമ്പോൾ, ലഹരിക്ക് അടിമകളായി അക്രമം പെരുങ്ങും രക്തച്ചൊരിച്ചിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അല്ലേലിയ, നമ്മെ പ്രയോജനമുള്ളതാക്കി ദൈവത്തിന് വേണ്ടി ഉപയോഗിപ്പാൻ, ഈ സുവിശേഷം ലോകമെമ്പാടും വിളിച്ചു പറയാൻ വേണ്ടി നിത്യജീവനെ കുറിച്ച് സകല ജനത്തിന്റെ ഹൃദയങ്ങളിൽ എത്തിക്കുക, സകല ജനത്തോട് ഇത് പറയുവാൻ വേണ്ടി ദൈവം നമ്മെ പ്രയോജനപ്പെടുത്തും. പ്രൈസോ. അപ്പം ദൈവം കർത്താവിന്റെ പ്രവൃത്തി നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു ചെറിയ കഴുതയുടെ പച്ച താടിയിലുകൊണ്ട് 1000 പേരെ കൊല്ലുവാൻ ശിംശോന് ദൈവം അതിനോടൊരു ജ്ഞാനം കൊടുത്തെങ്കിൽ, കൃപ കൊടുത്തെങ്കിൽ, അതിനൊരു ആത്മാവിനെ കൊടുത്തെങ്കിൽ, ഈ പുതിയ നിയമസഭയോട് ദൈവം എത്രമാത്രം കരുണയുള്ളവനാണ്. രക്തം ചെയ്യും. അല്ലേലിയ. ഇവിടെ നാം ദൈവത്തിന് വചനം കാണുന്നുണ്ട്. ശിംശോന്റെ കൈ താടിയിലിനെ കണ്ട് പിടിച്ചെടുത്തതുപോലെ കർത്താവിന്റെ കൈകളും നമ്മെ പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുക. ശിംശോന്റെ കൈ അപ്പച്ച താടിയിൽ എടുത്തതുപോലെ, കൈ കൊണ്ടാക്കി താടിയിൽ എടുത്തതുപോലെ സർവശക്തനായ ദൈവത്തിന്റെ കരം നമ്മളിലേക്ക് നീട്ടി പാപമായ ലോകത്തു നിന്നും, പാപപങ്കിലമായ ജീവിത സാഹചര്യത്തിൽ നിന്നും, ഈ ലോകത്തിന്റെ അശുദ്ധിയിൽ നിന്നും ദൈവം നമ്മെ കൈനീട്ടി പിടിക്കുവാൻ ആഗ്രഹിക്കുക. ദൈവം നമ്മെ കൈനീട്ടി പിടിച്ച്, ദൈവം നമ്മെ കൈനീട്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിൽ ശക്തിയുള്ള ആയുധങ്ങളായി മാറും. നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിൽ ശക്തിയുള്ള ആയുധങ്ങളായി മാറും. ഒരു പച്ച താടിയല്ല്, കഴുതയുടെ ഒരു പച്ച താടിയല്ല് ശിംശോന്റെ കരങ്ങളിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ താടിയല്ലുകൊണ്ട് വളരെ പ്രയോജനമുള്ളതായി മാറിയതുപോലെ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ കിട്ടിക്കഴിയുമ്പോൾ, അല്ലേലിയ, നാം ദൈവത്തിന് വേണ്ടി അമലലിയ ശക്തമായ ആയുധങ്ങളായി മാറും. കർത്താവ് നമ്മെ ശക്തമായിട്ട് ഉപയോഗിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലേലിയ. ഇവിടെ ദൈവത്തിന്റെ വചനമായി ചിലരുടെ ജീവിതത്തെ സാത്താൻ പിടിച്ചിരിക്കുക. ചിലരുടെ ജീവിതത്തെ സാത്താൻ പിടിച്ചിരിക്കുക.
ചിലരുടെ ജീവിതത്തെ ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾ പിടിച്ചിരിക്കുന്നു. ചിലരുടെ ജീവിതത്തെ ഈ ലോകത്തിന്റെ മയക്കുമരുന്ന് കേന്ദ്രങ്ങളും അബ്കാരി കേന്ദ്രങ്ങളും പിടിച്ചിരിക്കുക. ചിലരുടെ ജീവിതത്തെ ഈ ലോകത്തിലെ അസന്മാർഗീയമായ സകല അശ്ലീലങ്ങളും ചിലരുടെ ജീവിതത്തെ കാർന്നെടുത്തിരിക്കുകയാണ്. അല്ലേലിയ. പാപ വഴികളിലേക്ക് കൊണ്ടുപോകുന്ന സാത്താനവരെ സകല മനുഷ്യൻ പിശാച് പാപ വഴികളിലേക്ക് കൊണ്ടുപോകുന്നു. സാത്താന്റെ കയ്യിൽ അകപ്പെട്ടു പോയവരെ കൊണ്ട് അല്ലെങ്കിൽ പലരെയും ഇടറി വീഴിക്കുവാൻ, പലരെയും പാപത്തിലേക്ക് നയിക്കുവാൻ സാത്താൻ അവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. സാത്താന്റെ കയ്യിൽ വീണ് കഴിഞ്ഞാലും, സാത്താന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാലും, സാത്താന്റെ കയ്യിൽ എത്തുന്ന ജനത്തെ കൊണ്ട് പലരെയും പാപത്തിലേക്ക് വീഴ്ത്തുവാൻ അവരെ സാത്താൻ പ്രയോഗപ്പെടുത്തും. അതുകൊണ്ടാണ് ഒരു മദ്യപാനി മറ്റൊരു മദ്യപാനിയെ, ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കും മറ്റൊരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനെ അശ്ലീലമായ മാർഗത്തിലേക്ക് കൂട്ടുകൂടി പോകാനൊക്കെ കാരണം സാത്താനാൽ പിടിക്കപ്പെട്ടവൻ, സാത്താന്റെ കയ്യിൽ അമർന്നു പോയവൻ സാത്താൻ മുഖാന്തരം മറ്റൊരുവിനെ കൂടെ പാപത്തിലേക്ക് കൊണ്ടുപോകും. അല്ലേലിയ, സ്തോത്രം, അല്ലേലിയ. അതുകൊണ്ട് പലരെയും നിത്യവേദനയിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയാണ്. പലരും നിത്യമായ വേദനയിലേക്ക്, പാതാളത്തിന്റെ അനുഭവത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയാണ്. അദ്ദേഹം ഓർത്തു വയ്ക്കുക. കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടില്ലേ, സ്തോത്രം, കോഴിക്കോടോ വയനാടോ ഭാഗത്ത് ഒരു സഹോദരനും കൂടെ നൽകി മരണപ്പെട്ടു. എത്രമാത്രം പാപത്തിന്റെ പ്രവൃത്തികളാണ്. രക്തച്ചൊരിച്ചുകൾ കൊണ്ട് മാത്രം നിറയപ്പെട്ട ഈ കേരളത്തിനകത്ത് എന്നെ കേൾക്കുന്ന പരിസ്നേഹിത, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു ആയുധമായി നിന്നുകൊണ്ട് ഈ സുവിശേഷം ലോകത്തോട് വിളിച്ചു പറയണം. സകല കുടുംബങ്ങളെയും സകല ജനത്തെയും തകർക്കാൻ എഴുതുന്ന ഫിലിസ്ത്യ ശക്തികളെ, പാപത്തിന്റെ ശക്തികളെ തകർത്തെറിയുവാൻ സുവിശേഷത്തിന് മാത്രമേ കഴിയുള്ളൂ. യേശുക്രിസ്തുവിന്റെ വചനത്തിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് സാത്താൻ നിന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോകാതെ, പാപത്തിന്റെ പടുകുഴിയിലേക്ക് നിന്നെ കൊണ്ടുപോകാതെ, പാതാള വേദനയിലേക്ക് നിന്നെ കൊണ്ടുപോകാതെ, നരക യാതനയിലേക്ക് നിന്നെ കൊണ്ടുപോകാതെ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നെ ഒന്ന് വിധേയപ്പെടുത്തി കൊടുക്കണം. അല്ലേലിയ, സ്തോത്രം. നമുക്കറിയാം, സ്തോത്രം, അല്ലേലിയ. സ്തോത്രം. ഒരു കൂർമ്മയുള്ള കത്തി, അല്ലേലിയ, എന്ന് പറഞ്ഞാൽ വളരെ മൂർച്ചയുള്ള ഒരു കത്തി, അല്ലേലിയ, സ്തോത്രം. സ്തോത്രം. അത് ഒരു പാപിയായ മനുഷ്യന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ആ പാപിയായ മനുഷ്യൻ ആ കത്തി കൊണ്ട് വളരെ മറ്റുള്ളവരെ മുറിവേൽപ്പിച്ച് വേദനിപ്പിച്ച് അവന്റെ രക്തം ചൊരിയിക്കും. അതാ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം, അല്ലേലിയ. എന്ന സമയത്ത് അതേ കത്തി തന്നെ ഡോക്ടർമാരുടെ കയ്യിൽ കിട്ടിയാൽ ഡോക്ടർമാർ ആ കത്തിയെ പ്രയോജനപ്പെടുത്തും, ആ കത്തി പ്രയോജനപ്പെടുത്തും. അല്ലേലിയ, സ്തോത്രം. രോഗിക്ക് ഓപ്പറേഷൻ ചെയ്ത് അവന് ജീവൻ കൊടുക്കും. മാത്രമല്ല അവന്റെ ശരീരത്തിലെ കേടായ ഭാഗങ്ങളെ എല്ലാം നീക്കി അല്ലേലിയ അവനെ വെടിപ്പാക്കിയെടുക്കും. അപ്പം ക്രൂരനായ ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു കൂർമ്മയുള്ള കത്തി കിട്ടുന്നതും, അല്ലേലിയ, ഒരു ഡോക്ടറുടെ കയ്യിൽ ഒരു കത്തി കിട്ടുന്നതുമായിട്ട് എത്രയോ വ്യത്യാസമാണ്. അല്ലേലിയ. അപ്പൊ ഈ ക്രൂരനായ കുലപാതകി ഈ കത്തി കൊണ്ട് അനേകരെ കൊന്നൊടുക്കി രക്തം ചൊരിയുമ്പോൾ ഡോക്ടർ അതേ കത്തി കൊണ്ട് തന്നെ, അതേ കൂർമ്മയുള്ള അതേപോലെയുള്ള കത്തി കൊണ്ട് തന്നെ ആയിരങ്ങളെ ചികിത്സിച്ച് ഭേദമാക്കിയെടുക്കുന്നു. അല്ലേലിയ. എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ, അല്ലേലിയ, നിങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ എത്തിച്ചു കൊടുത്താൽ, സുവിശേഷം നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, സുവിശേഷം നിങ്ങളുടെ നാവിനെ ദൈവം വെളിപ്പെടുത്തുമ്പോൾ, സുവിശേഷത്താൽ നിങ്ങൾക്ക് അനേകരെ ദൈവത്തിലേക്ക് നയിക്കാൻ കഴിയും. അല്ലേലിയ. നിങ്ങൾ ദൈവത്തിന്റെ കരങ്ങളൊന്ന് വിട്ടുകൊടുത്താൽ മതി. അല്ലേലിയ. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ഞാനൊരു പുസ്തകം വായിച്ചതാണ്. അനേകം പാപപ്രവൃത്തികൾക്ക് അടിമകളായിരുന്ന, പാപ സ്വഭാവങ്ങൾക്ക് അടിമകളായിരുന്ന ചില വ്യക്തികളെ ദൈവം പിന്നത്തേതിൽ ശക്തമായിട്ട് ഉപയോഗിച്ചത്. ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ ഇങ്ങനെയാണ് കണ്ടത്. കാലങ്ങൾക്ക് മുമ്പേ സിനിമാ നടനായിരുന്ന അല്ലേലിയ ഒരു വ്യക്തി, അല്ലേലിയ, സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി, അല്ലേലിയ, സ്തോത്രം. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് AVM രാജൻ, പുഷ്പലത എന്നൊക്കെ പറയുന്ന അവർ സിനിമാ ലോകത്തിന് വേണ്ടി ജീവിച്ചവരാ, സിനിമയ്ക്ക് വേണ്ടി ജീവിച്ചവരാ. അന്നത്തെ കാലഘട്ടത്തിൽ സിനിമയുടെ കാലഘട്ടം, സിനിമയുടെ രീതി അനുസരിച്ച് പാപം നിറഞ്ഞ ലോകത്തിൽ പാപത്തിനടിമകളായി അവർ ജീവിച്ചു. എന്നാൽ ദൈവം അവരെ തെരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അവർ ചെന്നു കഴിഞ്ഞപ്പോൾ, ദൈവം അവരെ സുവിശേഷത്തിന് വേണ്ടി ശക്തമായി ഉപയോഗിച്ചു.
ഹല്ലേലൂയ. ദൈവം അവരുടെ കരങ്ങളെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവരുടെ സാഹചര്യങ്ങളെ മാറ്റി ദൈവത്തിന്റെ കൈകളുള്ള ആയുധമായി അവരെ മാറ്റി. ഹല്ലേലൂയ. മുമ്പ് പാതാളത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നു, നരകയാതിലൂടെ കടന്നുപോയവർ, ലോകത്തിന്റെ പാപസ്വങ്ങളിലൂടെ ഓടിയവർ ദൈവകരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർ സ്വർഗരാജ്യത്തിന് വേണ്ടിയിട്ട് ആയിരങ്ങളെ നേടുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. അവർ ആത്മാക്കളെ നേടുവാൻ കഴിഞ്ഞു. ഹല്ലേലൂയ. വളരെ ചിന്തിക്കേണ്ട ഭാഗമാണ്. ഞാനത് വായിച്ചപ്പോൾ വളരെ ചിന്തിച്ചു. ഈ കാലഘട്ടത്തിൽ എത്രയോ സംഭവങ്ങളാണ്. ഇന്നത്തെ സിനിമയും സിനിമാ ലോകവും, ഇന്നത്തെ സിനിമയ്ക്കകത്ത് നടക്കുന്ന കത്തിക്കുത്തുകളും രക്തച്ചൊരിച്ചിലുകളും, സിനിമയ്ക്കകത്ത് നടക്കുന്ന മയക്കുമരുന്ന് ഉപയോഗങ്ങളും അത് മയക്കുമരുന്നിന്റെ വിൽപ്പനകളും, സിനിമയിൽ നടക്കുന്ന ക്രൂരമായ പ്രവർത്തികൾ, പിടിച്ചുപറിയും മോഷണവും ബലാത്സംഗവും എന്ന് വേണ്ട സകലവും. മാത്രമല്ല, സിനിമയിൽ പോലീസുകാർക്ക് യാതൊരു വിലയും കൊടുക്കാതെ പോലീസുകാരെ തിരിഞ്ഞും പറഞ്ഞും ആക്രമിക്കുന്ന സിനിമയിലെ നായകന്മാർ, കൂട്ടം കൂടി അടിച്ച് പോലീസ് പരാജയപ്പെട്ട് ജീവനും കൊണ്ട് ഓടുന്ന അനവധി സംഭവങ്ങൾ. അങ്ങനെ ഏത് ക്രൂരകൃത്യം ചെയ്തിട്ട് ചെന്നാലും കുറ്റകൃത്യം ചെയ്തവനെ യാതൊരു കേസില്ലാതെ പറഞ്ഞയക്കുന്ന അനവധി സംഭവങ്ങൾ സിനിമയിലൂടെ, സീരിയലിലൂടെ ഒക്കെ ജനം തലമുറ കണ്ടു കഴിയുമ്പോൾ അവരും അക്രമം ചെയ്യാൻ പ്രേരിതരായി മാറുന്നു. അവരും ഇങ്ങനെയുള്ള ക്രൂരമായ പ്രവൃത്തിക്ക് വിധേയപ്പെടുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, ഈ സിനിമാ ലോകം എന്ന് പറയുന്ന തലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക, തലമുറയെ പാപത്തിലേക്ക് വീഴ്ത്തുക, തലമുറയെ നരകത്തിലേക്ക് കൊണ്ടുപോകുക, തലമുറയെ പാതാളത്തിലേക്ക് കൊണ്ടുപോകുക. ഈ സിനിമയിൽ കാണുന്ന ക്രൂരമായ അനുഭവം, രക്തച്ചൊരിച്ചിലുകളൊക്കെ തലമുറകൾ ഏറ്റെടുത്തിട്ട് അവരും കത്തി അവരുടെ കരങ്ങൾ കൊണ്ടെടുത്തിട്ട് മറ്റുള്ളവരെ വെട്ടിവീഴ്ത്തുന്ന അനുഭവങ്ങൾ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ സ്തോത്രം, സിനിമയെന്ന് പറയുന്ന സിനിമ പോലെയുള്ള മനുഷ്യന്റെ കണ്ണുകൾക്ക് ജീവന് ആശ്വാസം പകരുമെന്ന് പറയുന്ന, സന്തോഷിപ്പിക്കുന്ന അതിലെ ജഡികമായ ക്രൂരമായ പ്രവൃത്തികളെ ഈ ഭൂമിയിൽ തന്നെ തുടച്ചു മാറ്റണം. സംവിധായകന്മാർ പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പലതും ചെയ്യും. അവർ കോടീശ്വരന്മാരും കോടിപതികളുമായി മാറുമ്പോൾ അവരുടെ സിനിമ കണ്ടിട്ട് തലമുറകൾ ആയിരങ്ങളെ കൊന്നൊടുക്കും. ഹല്ലേലൂയ. അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ജീവിച്ച പലരെയും മുൻകാലങ്ങളിൽ ദൈവം വേർതിരിച്ച് അവർ കർത്താവിന്റെ കരങ്ങളിലെ ഉപകരണങ്ങളായി മാറി, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി മാറി. പ്രൈസലോ. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ ലോകത്ത് നടക്കുന്ന അക്രമങ്ങളാണ് തലമുറകൾ കാണുന്നത്. ഹല്ലേലൂയ. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ സ്കൂള്, കോളേജ്, ക്യാമ്പസ്, കലാലയമൊക്കെ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, അക്രമം പെരുകിക്കൊണ്ടിരിക്കുന്നു, കൊലപാതകങ്ങൾ പെരുകുന്നു. എന്താണ് ഇത്? എവിടുന്നാണ് ഇതിന്റെ ഉറവിടം? ഇതെല്ലാം ഈ ചലച്ചിത്ര മേഖലയിൽ വരുന്നതാണ്. അഫ്ഗാനികളിൽ നിന്നും മയക്കുമരുന്ന് രൂപികളിൽ നിന്നും വരുന്നതാണ്. ക്രൂരമായ സ്വഭാവത്തിലേക്ക് ക്രൂരന്മാരായ കൊലപാതകികളാക്കി കുട്ടികളെ, തലമുറയെ മാറ്റുന്നത് ഇവിടുത്തെ മദ്യവും മയക്കുമരുന്നും ഇവിടുത്തെ സിനിമാ ലോകവും. ഇതിനൊക്കെയാണ് കടിഞ്ഞാണിടേണ്ടത്. ഹല്ലേലൂയ. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് കാരണം, ഈ കഴിഞ്ഞ കാലങ്ങളിൽ സിനിമയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്ത് നിന്നവർ, പാതാള വേദനയിലേക്ക് പോയിരുന്നവർ, പാപസുഖങ്ങളിൽ ജീവിച്ചവരെ ദൈവം തെരഞ്ഞെടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർ ദൈവത്തിന്റെ കരങ്ങളിലെ ഉപകരണങ്ങളായി മാറി. ഹല്ലേലൂയ. അവർ സ്വർഗരാജ്യത്തിന് വേണ്ടി ആത്മാക്കളെ നേടാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഇന്ന് പകൽ നിങ്ങൾ ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാപപ്രവൃത്തികളെ വിട്ട് മടങ്ങി വന്ന് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. ഹല്ലേലൂയ. ലോകത്തിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ ജീവിക്കേണ്ടത്, ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കണം. ഹല്ലേലൂയ. യേശുക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന നിത്യജീവനും, യേശുക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന നിത്യമായ രക്ഷയും, യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും നാം പ്രാപിച്ചെടുത്തുകൊണ്ട് ഭൂമിയിൽ മറ്റുള്ളവർക്ക് മാതൃകയുള്ള ജീവിതം നയിപ്പാൻ, മറ്റുള്ളവർക്ക് ആശ്വാസകരമായി തീരുവാൻ, പാപിയായ മനുഷ്യനെ മാനസാന്തരയ്ക്ക് നയിക്കുന്ന ജീവിതത്തിന്റെ ഉടമയായി മാറുവാൻ ദൈവം നിന്റെ കരങ്ങൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. സ്തോത്രം. നിലത്ത് കിടന്ന ഒരു പച്ച താടിയെല്ല് കൊണ്ട് ശിംശോൻ ആയിരങ്ങളെ കൊല്ലുവാൻ കഴിഞ്ഞെങ്കിൽ, ഹല്ലേലൂയ, നിന്നെ കൊണ്ടും ഒരു പ്രയോജനവുമില്ല, നിന്നെ കൊണ്ടും ഒരു കഴിവുമില്ല, നിന്നെ കൊണ്ടും ഒരു പ്രാപ്തിയില്ല എന്നൊക്കെ ലോകം വിധി എഴുതിയാലും നീ ദൈവത്തിന്റെ കരങ്ങളിലാണ് ചെല്ലുന്നതെങ്കിൽ, ദൈവത്തിന്റെ കരങ്ങളെ നിന്നെ ഏൽപ്പിക്കുന്നെങ്കിൽ, കഴിവില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്നെ കഴിവുള്ളവനാക്കി എടുക്കുവാൻ യേശുവിന് കഴിയും. പ്രൈസലോ. അതുകൊണ്ട് ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന സ്നേഹിത, ലോകത്തിന്റെ പാപസുഖങ്ങൾ വിട്ട് നീ മടങ്ങി വന്ന് കർത്താവിന്റെ കരങ്ങളിലേക്ക് നീ ഏൽപ്പിച്ചു കൊടുക്കണം. മദ്യത്തിനും ലഹരിക്കും നീ അടിമയായി ജീവിക്കാതെ,
ഇവിടുത്തെ മ്ലേച്ഛകരമായ സിനിമാ ലോകത്തിന് നീ അടിമയായി മാറാതെ, റിയാലിറ്റി ഷോയും കോമഡികൾക്ക് നീ അടിമയായി മാറാതെ, അങ്ങനെയുള്ള പാപ സ്വഭാവത്തിലേക്ക് നീ നീ നരകത്തിലേക്ക് പോകാതെ നീ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് മടങ്ങി വരണം. പ്രൈസലോ. നിന്നെ ശക്തനാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ മാറ്റിയെടുക്കുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മാവിനെ നീക്കി നിന്റെ മേൽ സുബോധത്തിന്റെ ആത്മാവിനെ പകരുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. സുബോധത്തിന്റെ ആത്മാവില്ലാത്തത് കൊണ്ടാണ് മനുഷ്യൻ പാപത്തിലേക്ക് വീഴുന്നത്. സുബോധത്തിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാം പാപത്തെ ജയിക്കും. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാമല്ലോ, ഹല്ലേലൂയ, അനവധി ആളുകൾ പാപത്തിൽ, സഹോദരന്മാരും സഹോദരിമാരും കുട്ടികളും ആലുവൃത്ത ജനങ്ങളും പാപത്തിലേക്ക് വീടുകൊണ്ടിരിക്കുകയാണ്. ആമൻ. രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ പണി നോക്കിയില്ലെങ്കിലും വീട്ടിലെ പണി മാറ്റിവെച്ചിട്ട് ആമൻ അയൽ വീടുകൾ തോറും മിനക്കെട്ട് നടന്ന് സഞ്ചരിച്ചും അവൻ നുണ പറഞ്ഞ് നടക്കുന്ന അനവധി സഹോദരിമാർ. അതിനുവേണ്ടി ചില കുടുംബങ്ങൾ തന്നെ തയ്യാറായിരിക്കുക. ചില കുടുംബങ്ങൾ തന്നെ അതിനുവേണ്ടി ഒരുങ്ങി ദേശത്തിന്റെ 4 ഭാഗത്തും ചില സഹോദരിമാർ വന്ന് കൂട്ടം കൂടി ആ ദേശത്തിലെ സകല കാര്യങ്ങളും സംബോധന ചെയ്ത് പറഞ്ഞ് പരസ്പരം കൈമാറി യാതൊരു തെറ്റും ചെയ്യാത്തവരെ പോലും കുറ്റവാളിയാക്കി മാറ്റുന്ന അപവാദം പറഞ്ഞ് നടക്കുന്ന സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ അതിനെ തിരിച്ചറിയണം. ഹല്ലേലൂയ. അത്രമാത്രം അതംപതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. ഹല്ലേലൂയ. നാം അധിവസിക്കുന്ന ഈ ഭൂമി എന്ന് പറയുന്നത്. ആമേൻ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. പ്രൈസലോ. പാപം നിറഞ്ഞ ജീവിതത്തിലേക്ക് നീ പോകാതെ, പാപിയായി ജീവിക്കാതെ മാനസാന്തരപ്പെട്ട് മടങ്ങുക. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുന്നത്, സ്തോത്രം, ശിംശോൻ ഉപയോഗിച്ചത് ഒരു കഴുതയുടെ താടിയല്ല. ശിംശോൻ ഉപയോഗിച്ചത് ഒരു കഴുതയുടെ താടിയല്ല. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ താടിയല്ലാണ് സംസാരിക്കുന്നതിന് സഹായമായിരിക്കുന്നത്. പ്രൈസലോ. ശിംശോൻ ഉപയോഗിച്ചത് ഒരു കഴുതയുടെ പച്ച താടിയല്ല. ഹല്ലേലൂയ. അപ്പം നമ്മുടെ താടിയല്ലാണ് സംസാരിക്കുന്നതിന് നമുക്ക് സഹായകരമായിരിക്കുന്നത്. ഈ നമ്മുടെ താടിയല്ലില്ലായിരുന്നെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ സംസാരിക്കുവാൻ കഴിയുമായിരുന്നില്ല. നമ്മളെ സംസാരിക്കുവാൻ നമ്മളെ ബലപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന നാവിനെയും നമ്മുടെ അതരത്തെയൊക്കെ ബലപ്പെടുത്തുന്നതിന് വേണ്ടി ശക്തി പകരുന്നതൊക്കെ നമ്മുടെ താടിയല്ലുള്ളത് കൊണ്ടാണ്. പ്രൈസലോട്. ഹല്ലേലൂയ. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത്, ഒരു ശക്തനായ പ്രഭാഷകൻ എഴുതിയ പുസ്തകത്തിൽ വായിച്ചതാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞതുപോലെ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ദൈവവചനങ്ങളെ അറിയിക്കുവാൻ നമ്മുടെ അതരങ്ങൾ ഉപയോഗിക്കണം. ഹല്ലേലൂയ. ദൈവവചനങ്ങളെ മറ്റുള്ളവർ വിളിച്ചു പറയാൻ, സുവിശേഷത്തെ മറ്റുള്ളവർ വിളിച്ചു പറയുവാൻ അല്ലെങ്കിൽ നമ്മുടെ നാവിനെ ഉപയോഗിക്കണം. ഞാൻ ഒരിക്കലും ഒരു സഹോദരിയോട് സുവിശേഷം പറഞ്ഞു. ആ സഹോദരിയുടെ ആളുകളൊക്കെ സുവിശേഷത്തിലുള്ളവരും വിശ്വസിക്കുന്നവരും ദൈവവചന വിശ്വാസികളാണ്. ആ സഹോദരി എന്റെ അരികിൽ കടന്നു വന്നപ്പോൾ ഞാൻ ആ സഹോദരിയുടെ ദീർഘ ദിവസങ്ങൾ സുവിശേഷം പങ്കുവെച്ചുകൊണ്ടേയിരുന്നു. കാരണം അവരോട് സുവിശേഷമേ പറയുള്ളൂ. എന്നെ സംബന്ധിച്ച് സുവിശേഷമാണ് പറയുന്നത്. കാരണം ദൈവം എന്റെ താടികൾക്ക് ബലം തന്ന് എന്റെ അതരത്തിൽ സുവിശേഷം എനിക്ക് അതാണ് അവർ പറയാനുള്ളത്. അപ്പൊ ഞാൻ അവരോട് നിരന്തരമായി സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്തത് കണ്ടിട്ട് ആമിൻ്റെ അതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്നത്തെ കാലമാണ്. എന്നിട്ട് അതിനൊരു മറ്റൊരു സൗകര്യം പറയാം, ആ പാസ്റ്റർ എന്താ പറഞ്ഞത് നിങ്ങൾ കേട്ടു എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. ഹല്ലേലൂയ. അത്ര ഹീനമായ പ്രവർത്തി, നീചമായ പ്രവർത്തനം ചെയ്യുന്ന ശക്തികൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന ശ്രോതാവി, ദൈവം നിനക്ക് താടിയല് തന്നതെന്ന് പറയുന്നത്, ദൈവം നിനക്ക് താടിയിൽ നിന്റെ ആദരങ്ങളെ നിനക്ക് ബലപ്പെടുത്തി തന്നത്, ആ നിന്റെ ആദരങ്ങൾ സുവിശേഷം തന്നത്, അത് മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ വേണ്ടിയിട്ടാണ്. പ്രൈസലോ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ താടിയല്ലുകൾ നാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടും. നമ്മുടെ വായിലെ വാക്കുകൾ കർത്താവിന്റെ രാജ്യത്തെ കെട്ടിപ്പൊക്കുന്നതായിരിക്കണം. നമ്മുടെ വായിലെ വാക്കുകൾ ദൈവരാജ്യത്തെ കെട്ടിപ്പൊക്കുന്നതായിരിക്കണം. കൂട്ടം കൂടി കുടുംബമായിട്ടിരുന്ന് അയൽവാസികളെല്ലാം അവിടെ വിളിച്ചിരുന്ന് നുണ പറയുന്നതായിരിക്കരുത്. അയൽ വീടുകൾ പോലും കടന്നു പോയി നുണപ്രചരണം നടത്തുന്നതാകരുത്. മാന്യമായി ജീവിക്കുന്നവരെ കുറിച്ച് അപവാദം പറയുന്നതാകരുത് നിന്റെ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ അപവാദം പറയുന്ന നാവിനെയൊക്കെ ദൈവം ശിക്ഷിക്കുമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക. അപ്പൊ നമ്മുടെ വായിലെ വാക്കുകൾ കർത്താവിന്റെ രാജ്യത്തെ കെട്ടിപ്പൊക്കുന്നതിനും ശത്രുവിന്റെ കോട്ടകളെ തകർക്കുന്നതിനും വളരെ പ്രയോജനമുള്ളതാണ്.
നമ്മുടെ നമ്മുടെ താടിയലുകൾ കൊണ്ട് നാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടും. ഈ രണ്ട് ഭാഗങ്ങൾ ചിന്തിക്കുക. ശിംശോന്റെ കയ്യിൽ കിട്ടിയ ഒരു കഴുതയുടെ പച്ച താടിയല്ല, അതുകൊണ്ട് 1000 ഫിലിസ്തീനെ കൊല്ലുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു കഴുതയുടെ പച്ച താടിയല്ല ദൈവം തരുന്നത്, നമ്മുടെ താടിയലിനെ തന്നെ ദൈവം ബലപ്പെടുത്തുകയാണ്. അല്ലേ? നമ്മുടെ താടിയല്ലുകൊണ്ട് നമ്മെ ബലപ്പെടുത്തിയിട്ട് നാം ലോകത്തോട് സുവിശേഷം പറഞ്ഞിട്ട് ദൈവസഭയ്ക്ക് നേരെ കൂർമ്മയുള്ള മുനിയുമായി കത്തിയുമായിട്ട് കടന്നു വരുന്ന സാത്താന്യ ശക്തികളെ നമ്മുടെ ആദരങ്ങൾ കൊണ്ട്, നമ്മുടെ നാവിൽ തന്ന സുവിശേഷം കൊണ്ട് അതിനെ കീഴ്പ്പെടുത്തണം. ഫിലിസ്തീയ ശക്തികൾ പോലെ അനേക സാത്താന്യ ശക്തികൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ഭക്തിയുടെ വേഷം ധരിച്ച് 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന, 24 മണിക്കൂറും പ്രാർത്ഥനയുടെ അനുഭവം കാണിക്കുന്ന, ഞാൻ വലിയ പ്രാർത്ഥനക്കാരിയാണ്, ഞങ്ങൾ വലിയ വിശ്വാസികളാണെന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന അനവധി ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. എപ്പം നോക്കിയാലും പ്രാർത്ഥനയാ, എപ്പം നോക്കിയാലും ഭക്തിയാ. പക്ഷേ അവര് പറഞ്ഞുണ്ടാക്കുന്ന പോലെ നുണപ്രചരണങ്ങൾ, അല്ലേരിയ, അവരുണ്ടാക്കുന്നത് പോലെ ഹീനമായ പ്രവൃത്തികൾ, അവർ പറഞ്ഞുണ്ടാക്കുന്ന അശുദ്ധമായ വാക്കുകൾ എത്ര കഠിനമാണെന്നറിയാവോ? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഭക്തിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട് നീ വലിയ ഭക്തയാണെന്ന് പറഞ്ഞിരുന്നിട്ട് മറ്റുള്ളവർക്ക് നേരെ ദുരാലോചനകളും മറ്റുള്ളവർക്ക് ദുർചിന്തകളും ഉണ്ടാക്കി മറ്റുള്ളവരുടെ നേരെ അപവാദം പറയുന്ന നിന്റെ താടിയെല്ലുകൾക്ക് ദൈവം രോഗം വരുന്നു. നിന്റെ താടിയെല്ലുകളിൽ ക്യാൻസർ പിടിച്ച നീ ദൈവത്തെ കുറ്റം പറയരുത്. നിന്റെ താടിയെല്ലുകളിൽ, നിന്റെ ആദരങ്ങളിൽ, നിന്റെ തൊണ്ടയിൽ, നിന്റെ നാവിന്മേൽ ക്യാൻസർ എന്ന് പറയുന്ന മാരകമായ രോഗം വന്നു കഴിയുമ്പോൾ നീ പിന്നെ നിലവിളിച്ചിട്ട് കാര്യമില്ല. നിന്റെ ആദരങ്ങൾ കൊണ്ട് നീ പറയുന്ന ദൂഷ്ടതയെ നീ നിർത്തിക്കോണം. പ്രൈസറോ, നീ മാനസാന്തരപ്പെടണം, മടങ്ങുക. ദൈവം നിനക്ക് ശരീരം തന്നത്, നിനക്ക് കഴിവ് തന്നത്, പ്രാപ്തി തന്നത്, സൗന്ദര്യം തന്നത്, വിദ്യാഭ്യാസം, സമ്പത്ത് തന്നത്, ജോലി തന്നത്, വീട് തന്നത്, കുടുംബം തന്നത്, നിനക്ക് ഇത്രത്തോളം കഴിവും പ്രാപ്തിയൊക്കെ തന്നത് നീ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഭക്തിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നതാണ് നിന്റെ താടിയില്ലെങ്കിൽ, ഞാൻ മുമ്പ് ആവർത്തിച്ചതുപോലെ നീ മാരകമായ രോഗത്തിനടിമയായി മാറും. പ്രൈസറോ, ചിലരേക്ക് ദൈവം ഈ നാളുകളിൽ തൊടാൻ പോവുകയാണ്. ഓർത്ത് നോക്കി, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആജ്ഞകൾ കൊണ്ട് അശുദ്ധമായ വാക്കുകളും അശുദ്ധമായ കാര്യങ്ങളും അശ്ലീലമായ വാക്കുകളും എന്ന് വേണ്ട സകല അശുദ്ധമായ ചീത്ത വർത്തമാനങ്ങളും തെരുവാക്കുകളും വിളിച്ചു പറയുന്നവരോടും പറയട്ടെ, നിന്നെ ദൈവം ന്യായം വിധിക്കുന്ന ദിവസങ്ങൾ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസറോ, ദൈവത്തിന്റെ ന്യായവിധിയുടെ കരങ്ങളിൽ വീഴുന്നതിന് മുമ്പ് നീ മാനസാന്തരപ്പെട്ട് മടങ്ങുന്ന തെറ്റുകൾ ഏറ്റുപറയുന്നെങ്കിൽ, ഹല്ലേലൂയ, നിനക്കൊരു വിടുതലൊരു മോചനം ദൈവം തരും. പ്രൈസറോ, അപ്പൊ ഒരു പച്ച താടിയെല്ലുകൊണ്ട് ഒരു കഴുതയുടെ പച്ച താടിയെല്ലുകൊണ്ട് 1000 പേരെ ശിംശോൻ കൊന്നെങ്കിൽ, ഹല്ലേലൂയ, ആ കഴുതയുടെ പച്ച താടിയെല്ല് ശിംശോന്റെ കരങ്ങളിൽ കെട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവം ആ പച്ച താടിയെല്ലിനെ പ്രയോജനമുള്ളതാക്കി മാറ്റി ശിംശോനിൽ കൂടി ഈ മഹാകാര്യങ്ങൾ ചെയ്തെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന, ഹല്ലേലൂയ, നാം ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മെ പ്രയോജനപ്പെടുത്താൻ കഴിയുള്ളൂ. പ്രൈസറോ, ബലഹീനരായിരുന്ന, ഹല്ലേലൂയ, കഴിവില്ലാതിരുന്ന, പ്രാപ്തിയില്ലാതിരുന്ന, വേണ്ടത്ര അറിവില്ലാതിരുന്ന, വിദ്യാഭ്യാസമില്ലാതിരുന്ന, യാതൊന്നിനും കൊള്ളുകയില്ലെന്ന് മാറ്റി നിർത്തിയിരുന്ന എത്രയോ പേരെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന്റെ കരങ്ങളിൽ ശക്തമായിട്ട് ഉപയോഗിച്ചു. ഹല്ലേലൂയ. പകരം കടൽപ്പുറത്ത് മീൻ പിടിച്ചു നടന്നിരുന്ന പത്രോസ് ആദിയായവരെ, ഹല്ലേലൂയ, പത്രോസിന്റെയൊക്കെ ജോലി എന്തായിരുന്നു? മീൻപിടുത്തമായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരുന്ന പത്രോസിനെയും പത്രോസിന്റെ സഹോദരനെയും യോഹന്നാനെയും ഒക്കെ ദൈവം വിളിച്ച് വേർതിരിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അവരെ വിട്ടുകൊടുത്തപ്പോൾ, ദൈവം അവരുടെ കരങ്ങളെ പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പത്രോസും യോഹന്നാനും പത്രോസിന്റെ സഹോദരന്മാരടക്കം യേശുവിന്റെ ശിഷ്യന്മാരൊക്കെ കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ടു. കർത്താവിന്റെ കരങ്ങളിൽ ആയുധങ്ങളായി മാറി. ഹല്ലേലൂയ. അവർ 1000-ങ്ങളെ 10,000-ങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം പറഞ്ഞ്, വചനം പറഞ്ഞ്, സുവിശേഷം പറഞ്ഞ് നിത്യജീവനെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത് ദൈവരാജ്യത്തിന് വേണ്ടി നേടിയെടുത്തു. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്നെയും ദൈവരാജ്യത്തിന് വേണ്ടി വിട്ടുകൊടുക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക. ഈ ലോകത്തിന്റെ സുഖലോലുപങ്ങളിലേക്ക് വീണ്, ഈ ലോകത്തിന്റെ മായയായ കാഴ്ചകളിൽ കൂത്തുകളിൽ നീ വീണ് നിന്റെ ജീവിതം നീ പരാജയപ്പെടുത്തി കളയരുത്.
നീ പരാജിതനായി മാറരുത്. അല്ലേലിയ. നിന്നെ ദൈവത്തിന് ആവശ്യമാണ്. അല്ലേലിയ. ഇവിടെ ശത്രുവിന്റെ കോട്ടകളെ തകർക്കുവാൻ സ്തോത്രം ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. അന്ന് ശിംശോൻ ഫെലിസ്തരെ തോൽപ്പിച്ചു 1000 പേരെ കൊന്നു. കൊന്നു എന്നുള്ളതാണ്. അല്ലേലിയ. അന്ന് ശിംശോൻ ഫിലിസ്തരോട് പോരാടി. തന്റെ കയ്യിലെ ആയുധം എന്ന് പറയുന്നത് ഒരു കഴുതയുടെ പച്ചത്താടിയില്ല. ആ കഴുതയുടെ പച്ചത്താടിയിലൂടെ ശിംശോൻ എന്ത് ചെയ്തു? 1000 പേരെ കൊന്നു. ഇന്നും നമുക്ക് അല്ലേലിയ പോരാടുവാൻ വേണ്ടി ആകാശത്തിലുള്ള സ്വർലോകത്തിൽ ദുഷ്ടാത്മ സേനയോട് പോരാടുവാൻ വേണ്ടി ദൈവം നമ്മെ ആത്മാവിൽ നിറയ്ക്കുകയാണ്. അല്ലേലൂയ. വാഴ്ചകളും അധികാരങ്ങളും ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികളും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും പോരാടി ജയിപ്പാൻ പാപത്തിൽ വീണ് കിടക്കുന്ന, പാപത്തിന് ശാപത്തിന് അടിമകളായി കിടക്കുന്ന ജനത്തെ അതിന് വിടിവിച്ച് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ശിംശോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ശിംശോനെ ദൈവം കരങ്ങളിൽ ശക്തമായി ഉപയോഗിച്ചതുപോലെ ദൈവം എന്നെയും നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. അപ്പൊ നമ്മൾ ദൈവരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം. അല്ലേലിയ. ശിംശോന് ഫിലിസ്ത്യരായിരുന്നു ശത്രു. അല്ലേലിയ. ഫിലിസ്ത്യ സൈന്യം ശിംശോന് ശത്രുവാണെങ്കിൽ പുതിയ നിയമസഭയുടെ ശത്രു എന്ന് പറയുന്നത് വാഴ്ചകളും അധികാരങ്ങളും ഈ ലോകത്തിന്റെ അന്ധകാര ശക്തി സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയാണ്. അല്ലേലിയ. ശിംശോന് ഒരു കഴുതയുടെ പച്ച താടിയില്ലായിരുന്നു ആയുധമെങ്കിൽ നമുക്ക് ആയുധം എന്ന് പറയുന്ന ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ ആയുധം. അതാണ് ദൈവത്തിന്റെ സർവായുധ വർക്കം ധരിച്ചുകൊള്ളുവിനൊക്കെ നമ്മൾ വായിക്കുന്നതും. അല്ലേലിയ. ആത്മാവിന്റെ വാളായിരിക്കുന്ന വചനം നിന്റെ അധരങ്ങളിൽ ഉണ്ടെങ്കിൽ സകല ശത്രുവിനെ തകർത്തതിമേ ജയം പ്രാപിപ്പാൻ നിനക്ക് കഴിയും. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ ലോകത്തിന് വേണ്ടി ജീവിക്കേണ്ടവളല്ല, നീ ലോകത്തിന് വേണ്ടി ജീവിക്കേണ്ടവനല്ല. നിന്നെക്കുറിച്ചും നിന്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ ദൈവത്തിന് വലിയ പ്ലാനുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ? സ്തോത്രം കോട്ടയത്ത് ഒരു മാതാവും 2 പെൺകുഞ്ഞുങ്ങളും അടക്കം 3 പേര് ഒന്നിച്ച് ട്രെയിനിന് മുമ്പിൽ തലവെച്ച് മരിച്ചത് കണ്ടില്ലേ? ട്രെയിൻ ഇടിച്ച് മരിച്ചത് കണ്ടില്ലേ? എത്രയോ ദാരുണമായ സംഭവങ്ങൾ, കുടുംബജീവിതത്തിലെ ഛിന്ന ഭിന്നമായ അനുഭവങ്ങൾ, കുടുംബജീവിതത്തിലെ പ്രതിസന്ധികൾ, ഭർത്തൃവീട്ടിലെ പീഡനങ്ങൾ മുഖാന്തരം സഹോദരി തന്റെ വീട്ടിൽ ചെന്ന് നിന്ന് പല സ്ഥലങ്ങളിൽ ജോലിക്ക് വേണ്ടി കയറി ഇറങ്ങി. അല്ലേലിയ. പല സ്ഥലത്തും ജോലിക്ക് വേണ്ടി കയറി ഇറങ്ങി. താൻ ആശ്രയിച്ചത് തന്റെ മതങ്ങളിൽ പോലും ചെന്ന് ജോലി ആവശ്യപ്പെട്ടപ്പോൾ ജോലി കൊടുക്കാതെ അവരെ തിരസ്കരിച്ചു. വേദന കൊണ്ട്, സങ്കടങ്ങൾ കൊണ്ട് ഭൂമി ജീവിക്കണ്ട എന്നുള്ള തീരുമാനത്തിൽ സഹോദരി കുഞ്ഞുങ്ങളും എത്തി. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ? പുലർകാലെ പുറപ്പെട്ട ട്രെയിനിന്റെ മുമ്പിൽ അവർ ചാടി ആത്മഹത്യ ചെയ്തു. അല്ലേലിയ. എത്രയെത്ര ദാരുണമായ സംഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര അതിക്രൂരമായ അനുഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സാത്താൻ സർവ്വലോകത്തെ സകല ജനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ ദൈവരാജ്യത്തിന് വേണ്ടി ഉണരണം. സുവിശേഷമായി നീ ഉണരണം. അല്ലേലൂയ. മരണത്തിന്റെ വക്കിലിരിക്കുന്ന, ഇതുപോലെ ആത്മഹത്യയുടെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആയിരങ്ങൾ 10,000 നിനക്ക് ചുറ്റിനുമുണ്ട്. അവരുടെ അടിയിലേക്ക് നീ കടന്നു നിന്ന് സുവിശേഷമാകുന്ന സത്യം വിളിച്ചു പറഞ്ഞ് നിത്യജീവനെ കുറിച്ച് അവർ പറഞ്ഞുകൊടുത്ത് അവരെ പാപത്തിന്റെ വഴിയിൽ നിന്ന് മടക്കിക്കൊണ്ടുവരണം. ആത്മഹത്യയുടെ പ്രേരണയുടെ മടക്കിക്കൊണ്ടുവരണം. രക്തം ചെയ്യും. അല്ലേലൂയ. കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റൊരു വാർത്തയും കേട്ടു. ആത്മഹത്യ എന്നൊരു മനുഷ്യനെ പിന്തിരിപ്പിച്ചത് കൊണ്ട് പിന്തിരിപ്പിച്ച് വ്യക്തിയെ എന്ത് ചെയ്തു? പിന്തിരിപ്പിച്ച വ്യക്തിയെ ആത്മഹത്യ ചെയ്യാൻ ചെന്ന് കുത്തിക്കൊന്നു. നമ്മൾ കേട്ടില്ല? എത്ര ക്രൂരതയല്ലേ! അതുപോലെ സാത്താൻ സകല ജനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ പിശാച്, ഈ ദുഷ്ടശക്തി ഈ ലോകത്തിലുള്ള സകല ജനത്തെ, പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പം നടക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നീ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നിന്റെ തലമുറയെ ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. നിന്റെ തലമുറകളെ നീ ദൈവത്തെ കരങ്ങളിൽ വിട്ടുകൊടുത്താൽ ദൈവം അവരെ പ്രയോജനമുള്ള ആയുധങ്ങളാക്കി മാറ്റിയെടുക്കും. നീ നിന്റെ കുടുംബവും അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ച് ലോകത്തിന്റെ സുഖലോൽപങ്ങളുടെ കടന്നുപോയാൽ നീ നിന്റെ കുടുംബം തകർന്നു പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് പോരാട്ടമുള്ള ജഡരക്തമുള്ള വാഴ്ചകളോടും അധികാരങ്ങളും ഈ ലോകത്തിന്റെ അന്ധകാര ശക്തിയോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോട് എന്ന ദൈവവചനം പറയുന്നത്. അത് ശിംശോൻ 1000 പേരെ കൊന്നെങ്കിൽ സ്തോത്രം നൽകിയാൽ നമുക്കൊരു വലിയ കൂട്ട ശത്രുവിന്റെ സൈന്യത്തിൽ ജനത്തെ വിടിവിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ വചനം ഒരാൾ 1000 പേരെ തുരുത്തും, 2 പേർ 10,000 പേരെ തുരുത്തും എന്ന് തിരുവെഴുത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ.
അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം അല്ലൊരു അതിലെ 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത് അല്ലൊരിയ 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പുഴുവായി യാക്കോബ് ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും അല്ലൊരിയ ആ മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയെ ആക്കി തീർക്കുന്നു. ഈ വചനമൊക്കെ വളരെ ശക്തി. എന്താണ് പറയുന്നത്? സ്തോത്രം. യാക്കോബിന്റെ ദൈവം പുഴുവായ യാക്കോബ് ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർപോലെ ആക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവം നമുക്ക് ചില വാക്തത്വങ്ങളും ദൂതുകളും കൂടെ തരികയാണ്. ദൈവം നമ്മെ ശക്തിപ്പെടുത്തുമ്പോൾ, ദൈവകരങ്ങൾ നമ്മളെ ഏൽപ്പിച്ചുമ്പോൾ, പുഴുവായ യാക്കോബിനെ പോലും ദൈവം ശക്തമായിട്ട് ഉപയോഗിപ്പാൻ ദൈവം തന്റെ കരങ്ങൾ നീട്ടി യാക്കോബിനെ കരങ്ങൾ ഉപയോഗിച്ചതുപോലെ ദൈവം നമ്മെ കരങ്ങൾ ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുക. ഇന്ന് ഇസ്രായേലിന്റെ പല പേരുകളിൽ ഈ പുസ്തകത്തിൽ കാണാൻ കഴിയും. അല്ലെങ്കിൽ അതിൽ ചിലത് അവരുടെ സ്വഭാവത്തോട് ബന്ധപ്പെട്ടതാണ്. ദാസനായ ഇസ്രായേൽ, തെരഞ്ഞെടുത്ത യാക്കോബ്, ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതി എന്നിങ്ങനെ വിവിധ നിലകൾ കാണാൻ കഴിയും. എന്നിട്ട് കാണാൻ ഇവിടെ എന്റെ ദാസൻ ഇസ്രായേൽ പരീക്ഷ, പുഴുവായ യാക്കോബ് എന്നിങ്ങനെയുള്ള സംബോധനയാൽ ദൈവം സംബോധന ചെയ്യുന്നത് കാണാൻ കഴിയും. ഒരു പുഴുവിനെ ആർക്കും കൊല്ലാം, പക്ഷികൾക്ക് കൊത്തിപ്പെറുക്കി തിന്നാം, അല്ലെങ്കിൽ അതിന് ആയുസ് തീരെയില്ല. അല്ലേറിയ അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ ജീവിതവും. അല്ലേറിയ അങ്ങനെ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് തകർന്നുകൊണ്ടിരിക്കുമ്പോൾ നാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മെ അല്ലൊരു സ്തോത്രം ഒരു മെതിവണ്ടിയെ പോലെ ആക്കിയെടുക്കും. പുതിയതും മൂർച്ചയുള്ളതും പലേതുമായ മെതിവണ്ടിയെ പോലെ ആക്കിയെടുക്കുവാൻ കർത്താവിന് കഴിയും. അല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണം. അല്ലേലിയ. നാം ദൈവവചനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത് സ്തോത്രം ഉണങ്ങിയ അസ്ഥികളോട് ദൈവത്തിന്റെ ആത്മാവ് പ്രവചിപ്പം ദൈവാത്മാവ് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഉണങ്ങിയ അസ്ഥികളൊക്കെ വലിയ സൈന്യമായി മാറിയത് എസ്കേലിന്റെ പുസ്തകം 37 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവയുടെ കൈ എന്റെ മേൽ വാങ്ങു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അല്ലെങ്കിൽ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയെ കർത്താവേ, നീ അറിയുന്നു അല്ലെങ്കിൽ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ അല്ലേലൂയ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. അല്ലേലൂയ. തുടർന്ന് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അല്ലേലൂയ, ഞാൻ നിങ്ങളുടെ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൊക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥിയോട് ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നു. അവയുടെ മേൽ തൊക്ക് പൊതിഞ്ഞു കണ്ടു, എന്നാൽ ശ്വാസം അവയിലില്ലായിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കാം. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 ദിക്കുകളിൽ നിന്ന് വന്ന് ഈ ലിഖിതമാർ ജീവിക്കേണ്ട അവയുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി തീർന്നുവെന്ന് എസ്കേലിന്റെ പുസ്തകത്തിൽ കാണാം. ഞാൻ അവിടെ വായിച്ചത് നമ്മൾ ഒത്തിരി വായിച്ച് പരിചയമുള്ള ഒരുപാട് ശുശ്രൂഷകൾ കേട്ടിട്ടുള്ളതുമാണ്. അപ്പൊ ഉണങ്ങിയ അസ്ഥികൾക്ക് ജീവൻ കൊടുക്കാൻ കഴിയുമെങ്കിൽ ദൈവത്തിന് അല്ലേലൂയ, ഉണങ്ങിയ അസ്ഥികളെ വലിയ സൈന്യമാക്കി മാറ്റുവാൻ യഹോവയായ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ കാലഘട്ടത്തിലും നാം ഉണങ്ങിയ അസ്ഥികളെ പോലെ ആയി മാറാതെ, ഇവിടെ നമുക്കറിയാം യഹൂദ ജനത്തെ കുറിച്ച് ഇവിടെ പറയുന്നതാണ്. അല്ലേലൂയ. അവർ ഉണങ്ങിയ അസ്ഥികളെ പോലെ ആയിത്തീർന്ന ഉണങ്ങിയ അസ്ഥികളെ പോയി യഹൂദ ഇസ്രായേൽ ജനത്തെ ദൈവം വീണ്ടും അവരെ ശക്തിപ്പെടുത്തുവാൻ, അവരിൽ പുതിയ അനുഭവത്തെ, പുതിയ പുതിയ ശക്തിയെ ദൈവം പകരുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ നാം ദൈവത്തിന്റെ കേൾപ്പിച്ചു കൊടുത്താൽ നമ്മെ ദൈവം ശക്തമായിട്ട് ദൈവരങ്ങൾ ഉപയോഗിക്കും.
ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. ഹല്ലേലൂയ. ജലത്തിന്റെ പാപമൂല മുഖാന്തരം ഹല്ലേലൂയ യെരൂശലേം നശിപ്പിക്കപ്പെടുകയും അവയെല്ലാം ഹല്ലേലൂയ സ്തോത്രം പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്തപ്പോൾ ഇസ്രായേൽ എന്ന രാഷ്ട്രമില്ലാതായിരുന്നു. താഴ്വരയിൽ ആമി ചിതറിക്കിടക്കുന്ന അസ്ഥികൾ പോലെ ഇസ്രായേലിന്റെ അവസ്ഥയായിരുന്നു. ഈ അസ്ഥികൾ ഇനിയും ജീവിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ലെങ്കിലും അസാധ്യമായതിനെ സാധ്യമാക്കി തീർക്കാൻ ദൈവത്തിന് കഴിഞ്ഞു. അപ്പോൾ താഴ്വരയിൽ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളെ പോലും ഇസ്രായേൽ തകർന്ന് ധരിപ്പണമായെങ്കിലും ആരും പിന്നീട് അത് ജീവിക്കത്തില്ല, പുറത്തു വരത്തില്ല, അതിന് രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇസ്രായേലിനെ വീണ്ടും ദൈവം ഒരു രാഷ്ട്രമാക്കി മാറ്റുവാൻ, ശക്തിയേറിയ രാഷ്ട്രമാക്കി മാറ്റുവാൻ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സകലം ഭയപ്പെടാൻ തക്കവണ്ണം ദൈവം ഇസ്രായേലിനെ പണിതെടുത്തെങ്കിൽ എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിതർ, നാം ദൈവകരങ്ങൾ വിട്ടുകൊടുത്താൽ ദൈവം നമ്മെ ശക്തമായിട്ട് ഉപയോഗിക്കും. അതെ, ദൈവം നിന്റെ കുടുംബത്തെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ വായിച്ച പത്രത്തിലേക്ക് വേണ്ട, അവൻ ഒരു കഴുതിയുടെ പച്ച താടിയില്ലുകൊണ്ട് കൈനീട്ടിയെടുത്ത് അതുകൊണ്ട് 1000 പേരെ കൊന്നുകളഞ്ഞു. അത് സിംസോന്റെ കയ്യിൽ അല്ലയ്യ ഒരു കഴുതിയുടെ പച്ച താടിയിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ പച്ച താടിയിലിനെ പ്രയോജനമാക്കി മാറ്റിയത് ദൈവത്തിന്റെ ആത്മാവ് സിംസോന്റെ മേൽ വന്നത് കൊണ്ടാണ്. അതേ പുതിയ നിയമസഭയോട് പറഞ്ഞിട്ട് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ പ്രയോജനമില്ലാത്ത നിന്നെയും ദൈവം ശക്തമായിട്ട് പ്രയോജനപ്പെടുത്തും. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന ക്രൂരതയുടെ നടുവിലാണ് ദൈവം നിന്റെ കുടുംബത്തെ വിടുവിച്ചെടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ദൈവത്തിലേക്ക് നിന്റെ കുടുംബത്തെ ഏൽപ്പിച്ചു കൊടുക്കാമോ? നിന്റെ കുടുംബത്തിന്റെ അരാജകത്വം മാറിപ്പോട്ട്, ക്രൂരത മാറിപ്പോട്ട്, രക്തച്ചൊരിച്ചിൽ മാറിപ്പോകട്ടെ, മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ സാത്താന്റെ ശക്തികൾ മാറിപ്പോകട്ടെ. നിന്റെ കുടുംബത്തിനകത്ത് നീ വെച്ച് കാണുന്ന ഈ ലോകത്തിന്റെ സിനിമകളും സീരിയലും റിയാലിറ്റി ഷോ കോമഡികളും കണ്ട് നിന്റെ കുടുംബം പാപത്തിൽ ഇതിന് മക്കൾ ക്രൂരമായ അനുഭവത്തിലേക്ക് പോകാതെ, രക്തദാഹികളായി മാറാതെ ഇന്ന് പകൽ നീ ദൈവത്തിലേക്ക് നിന്റെ കുടുംബത്തെ ഏൽപ്പിച്ചു കൊടുത്ത് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം വരുത്തും. ഹല്ലേലൂയ. സമാധാനമില്ലാതെ ജീവിക്കുന്നവരോട് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുക, നീ മടങ്ങി വന്ന് സുവിശേഷത്തിന് വേണ്ടി നിന്റെ കാതുകൾ കൊടുക്കുക, സുവിശേഷത്തിന്റെ ജീവിതത്തെ കൊടുക്കുക, നിന്റെ തലമുറ ഏൽപ്പിക്കുക. ഈ ലോകത്തിന്റെ പാപസുഖങ്ങളെ വിട്ട് മടങ്ങി വാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? അങ്ങനെ ആരെങ്കിലും ദൈവത്തിന്റെ കരങ്ങൾ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്, പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്താണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെയും ഭാവി ശൈശവത്തിൽ മാലിന്യം കൗമാരി യുവരത്തിലും വാർത്തന്റെ അനുഭവത്തിലും അവസാനം യാചോട്ടിന് ചോട്ടൻ തടവറയിലായിരിക്കുന്ന വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ഉൾഗ്രാമീൺ, ബ്ലോക്ക്, ജില്ലാ ഭരണ സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രം, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടണ മേധാ, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസികൾ, ട്രൈബൽ മേഖലയിലായിരിക്കുന്ന സകല ജനത്തെയും അധികാരികളെ, കരസേന, വ്യോമസേന, നാവികസന്നിധിയാണ് രാത്രിയിൽ കാക്കുന്ന VCR സൈന്യത്തിനായി പോലീസിന്റെ ജുഡീഷ്യൽ രഹസ്യാംശങ്ങൾ, ക്രമസമാധാന പാലകരെ, നീങ്ങുമ്പോൾ സഹകരണ പുതുമ, ആരോഗ്യമേ, സാമ്പത്തിക മേഖലയിലായിരിക്കുന്ന എല്ലാ കേന്ദ്രസ്ഥാന ജീവനക്കാരെയും, ആരോഗ്യമേ, വിദ്യാഭ്യാസ ഭാഗ്യമേഖലയിലായിരിക്കും സകലതയും, കരയിൽ കടലും ആകാശമാർ വാഹനോടി വാഹനം സെയിൽസ് ചെയ്യുന്നവർക്ക്, കടലൂടെ വാസം, തീരദേശം, മത്സ്യത്തിന് ആഴക്കടലിൽ കടന്നു പോയിരിക്കുന്നവർ, ചെറുതും വലുതുമായ എല്ലാ വ്യാപാരി വ്യവസായികളെയും, കഴിഞ്ഞ വഴിയുടെ കച്ചവടക്കാരെയും, എല്ലാ ഖനികളും കമ്പ്യൂട്ടർ ഫാക്ടറിയും ജോലി ചെയ്യുന്നവർക്കായി, ക്ഷീരമേഖലയും കാർഷികമേഖലയും ജോലി ചെയ്യുന്നവർക്കായി, കൺഷൻ വെക്കാൻ, മോട്ടോർ യൂണിയൻ രംഗത്ത് പണിയെടുക്കാൻ, എല്ലാ ടൈസോട് ഡ്രൈവേഴ്സിനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പാടത്തും പറമ്പിലും കൂടി പണിയെടുക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന വലിയ ദേശത്ത് വിദേശത്ത് പഠിക്കാൻ കടന്നു പോയിരിക്കുന്നവരെ ഓർക്കും, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി, ജോലി ചെയ്യുന്നവർക്കായി, ജീവിത കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, ദാരിദ്ര്യങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ, മഹാപാവങ്ങൾ, പീഡകൾ, ശാപത്തിനുമായി കിടക്കുന്ന അനവധി കുടുംബങ്ങൾക്ക് വേണ്ടി നിവർക്കാനും പ്രാർത്ഥിക്കാനും, മദ്യത്തിന് മയക്കും ലഹരിക്ക് അടിമപ്പെട്ട് കിടക്കുന്ന തലമുറകൾ, സഹോദരങ്ങൾ വിടിവിക്കപ്പെടുവാൻ കർത്താവേ ഓർത്ത് പ്രാർത്ഥിക്കും. കേരളത്തിൽ അക്രമം പെരുകുന്നു, കൊലപാതകങ്ങൾ പെരുകുന്നു, പിടിച്ചുപറി പെരുകുന്നു, മോഷണം, വ്യഭിചാരം എന്നുവേണ്ട സകല ദുഷ്കർമ്മം പെരുകുമ്പോൾ ഇന്ന് അതിൽ ജനം പിടിപ്പിക്കപ്പെട്ടു മടങ്ങി വന്നു മാനസാന്തരപ്പെട്ടു സുവിശേഷന്റെ ഭാഗമായി തീരുവാൻ, നിത്യജീവനെ പ്രാപിപ്പാൻ ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കുക. സകല അശുദ്ധ അമാർഗങ്ങൾ വിട്ട് മടങ്ങിവരണായി പ്രാർത്ഥിക്കുന്ന സകല ദുഷ്മാർഗത്തെ വിടുവിക്കണമേ. പാപം നിറഞ്ഞ ലോകത്തിൽ ജനം മാനസാന്തരപ്പെട്ടു ദൈവം ഏൽപ്പിക്കുന്നു. കർത്താവിന് വരെയുള്ള ബന്ധത്തിൽ ദേശത്തെ വിദേശത്തെ വിവിധ ഭാഗങ്ങളിലേക്ക് ദൈവവും ദൈവദാസന്മാരുടെ കുടുംബ തലമുറയോർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ദൈവത്തിന്റെ നീതിയുടെ കരം വെളിപ്പെടട്ടെ. സകല മുഖത്തും എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.